ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല, അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് സമയമില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താരിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനിയുണ്ടോ, അവർക്ക് രക്ഷയാണ്, രക്ഷയാണ്. മുൻകാലഘട്ടങ്ങളിൽ പ്രഭാതങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ആസ്വദിച്ചിരുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലേ, സഹോദരിമാരില്ലേ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് റേഡിയോയിലൂടെ കടന്നു വരുമ്പോൾ ആ പാരായണം കേൾക്കാൻ വേണ്ടി ആ ദിവസങ്ങളെ മാറ്റിവെച്ചവരില്ലേ? ഇന്ന് പാട്ടിന്റെ ലോകത്ത് വിഹരിക്കുകയാണ്. സിനിമാ പാട്ടുകൾ കേൾക്കുന്ന തരംഗമാണ്, DJ പാട്ടുകളുടെ യുഗമാണ്, കാലമാണ്. യാത്രയുടെ വേളയിൽ മുഴുവനും ഹെഡ്സെറ്റാണ്. ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, വീട്ടിലാവട്ടെ, ഉറങ്ങുന്ന നേരമാകട്ടെ, നടക്കുന്ന സമയമാകട്ടെ, കാതിൽ ഹെഡ്സെറ്റാണ്, പാട്ടുകളാണ്. ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമാണ് മനുഷ്യന്. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ. യാത്ര പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, യാത്രയിൽ നിനക്ക് ആക്സിഡന്റ് ഇല്ലാതെ നിനക്ക് കാവൽ കിട്ടണോ, സംരക്ഷണം കിട്ടണോ? നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ സ്ഥലത്തേക്ക് കൃത്യമായി യാതൊരുവിധ പ്രയാസവുമില്ലാതെ ശരീരത്തിന് പരിപൂർണമായി സുരക്ഷയോടുകൂടി നിനക്ക് എത്തിച്ചേരണോ? ഖുർആനൊന്ന് കേൾക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ. ദുനിയാവിന്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നൽകുമേ ഖുർആൻ കേൾക്കലിലൂടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായ പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മദ്രസയിലെ മക്കളില്ലേ, അന്നന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചതാകുന്ന മദ്രസയുടെ ഭാഗങ്ങൾ കൃത്യമായി ഓതി തീർക്കുന്നതായ ആൺകുട്ടികളില്ലേ, ഓതി നോക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിനികളില്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, ചെറുതല്ല. നിങ്ങൾ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും അല്ലാഹു കൂലി നൽകുകയാണ്. ദുന്യാവിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് സംരക്ഷണം നൽകുകയാ. പാരായണം ചെയ്യുന്ന ചെറുപ്പക്കാരാ, പാരായണം ചെയ്യുന്ന വിദ്യാർത്ഥിനികളെ, ആഖിറത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ എത്ര പേര് ഓതുന്നുണ്ടെന്നാണ് ചോദ്യം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബ, ഹൃദയമുണ്ട് സ്വഹാബ. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാൻ. ആ യാസീൻ ഓതുന്നവരുണ്ടോ? യാസീൻ ഓതുന്നവരുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകരോടൊപ്പം ജീവിതം നയിച്ചതാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ശ്രദ്ധേയായ വനിതയല്ലേ, സ്വഹാബിയത്തല്ലേ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ നേതൃത്വങ്ങളിൽ പെട്ടവരല്ലേ. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത്
ചെയ്ത് ലോകത്തിന് മാതൃക കാട്ടിയ മഹൽ വനിതയല്ലേ. ലോകത്തോട് ഉണർത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ യാസീൻ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വമസാഅ. പ്രഭാതത്തിലും പ്രദോഷത്തിലും 2 പ്രാവശ്യം വീതമായി അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതിയിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. രാവിലെ ഓതും, വൈകിട്ട് ഓതും. കാന എന്ന പദം തന്നെ ഉപയോഗിക്കുക ദവാമിനെ കുറിക്കുമ്പോഴാണ്. നിത്യമായി ചെയ്തിരുന്ന അമൽ താജുദ്ദീൻ സുബക്കി റഹിമഹുല്ല ജമുൽ ജവാമിൽ രേഖപ്പെടുത്തുന്നു. ദവാമിനെ കുറിക്കുന്ന പദമാണ് കാന. നിത്യമായി ചെയ്യുന്ന അമലാണ് ഇത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം പോലും മുടങ്ങൂല. രാവിലെ ഓതും, വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം രാവിലെ എങ്ങാണ്ട് ഓതിയ അല്ല, പിന്നെ ഒരാഴ്ചത്തേക്ക് ഓതൂല. കാരണം എന്താ? കഴിഞ്ഞ ദിവസം ഓതിയെന്നാ പറയും. വൈകിട്ട് ഒരെണ്ണം ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കഴിഞ്ഞ് ഏറ്റവും വലിയ ഓത്തുകാരനായിട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകൻ ഖുർആൻ ഇറക്കപ്പെട്ടത് അദ്ദേഹത്തിനാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഓതിയിരുന്നു യാസീൻ, രാവിലെയും വൈകിട്ടും. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. ഒരൊറ്റ ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല 2 സൂറത്തുകൾ പാരായണം ചെയ്യാതെ. അത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു സജദയാണ്. രണ്ടാമത്തത് സൂറത്തുൽ മുൽക്കാണ്. തബാറക സൂറത്താണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ നമുക്ക് ഓതാനറിയാം. നമ്മൾ പണ്ടുപോലെ ഓത്ത് പഠിച്ച ആളുകളാണ്. പക്ഷേ ഇതൊന്നും ഓതുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. നല്ല ചെമ്മീൻ്റെ ബിസിനസ് റാഹത്തായിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് കുറച്ച് നല്ലതുപോലെ കലക്കി കഴിച്ച് ബാക്കിയുള്ളതൊക്കെ എക്സ്പോർട്ടും ചെയ്ത് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ ഇതുകൊണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം, നാളെ ആഖിറം എങ്ങനെ കരഗതമാക്കണമെന്ന് അധികം ആളുകളും ചിന്തിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ദുന്യാവാണ്. ഇവിടെ പരീക്ഷണങ്ങളുണ്ടാകും. പരീക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹു നമ്മളെ അയച്ചിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചതാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഉണർത്തുകയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മാനവ നിനക്ക് അല്ലാഹു ജീവിതം നൽകിയതും അതിനുശേഷം മരണത്തെ അല്ലാഹു സമ്മാനിച്ചതുമെല്ലാം നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സമുന്നതനാണ്. എല്ലാ വസ്തുക്കൾ മേലും കഴിവുള്ളവനാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അവനെ കുറിച്ച് തന്നെ വാനോളം പുകഴ്ത്തിയതിനു ശേഷം അല്ലാഹു ആരാണെന്ന് വീണ്ടും വിശദീകരിച്ചു കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അവൻ ജീവിതത്തെയും മരണത്തെയും ഇതാ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ് അല്ലാഹു ജീവിതവും അതിനുശേഷവും മരണവും നൽകിയിട്ടുള്ളത്. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ നല്ല രീതിയിൽ ഇബാദത്ത് എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് അല്ലാഹു ഇത് സമ്മാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അതാ. നിങ്ങൾ ആരാണ് ഏറ്റവും നല്ലതുപോലെ അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ചറിയാനാണ് ഈ ദുനിയാവ് ജീവിതം നൽകിയത്,
വൽ മമാത്ത, ശേഷം മരണവും അള്ളാഹു നൽകിയത്. മരണവും ജീവിതമൊക്കെ അള്ളാഹു സമ്മാനിച്ചതിൽ ഈ അബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. എങ്ങനെ പരീക്ഷിക്കുന്നു? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ ഏറ്റവും നല്ലതുപോലെ ഇബാദത്ത് എടുക്കുന്നത് എന്ന് തിരിച്ചറിയാനാണ്. നമ്മൾ അതിനാണ് മത്സരിക്കേണ്ടത്, ദുനിയാവിൻ്റെ പിറകെ അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ നിർത്തിക്കൊണ്ട് ലോകൈക ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് ചന്ദ്രൂർ മഹല്ലത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എത്രയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കടക്കാനുള്ളതാകുന്ന സ്ഥലമില്ല, ഒരു 10 സെന്റ് ഭൂമിയില്ല, 5 സെന്റ് ഭൂമിയില്ല, ഒരു ചെറിയതാകുന്ന പെരയില്ല. ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പട്ടിണിയുടെ ഊട്ടപ്പെട്ട ജീവിതമായിരുന്നല്ലോ. ഇന്നതാ പല വലിയതാകുന്ന സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മനോഹരമാകുന്ന വീട് അള്ളാഹു നൽകി, ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ അള്ളാഹു നൽകി. എറണാകുളത്ത് തന്നെ വലിയ ടൗൺഷിപ്പുകളിലേക്ക് വലിയതാകുന്ന നിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു നിന്റെ കൈവെള്ളയിലേക്ക് നൽകിയില്ലയോ? ഉന്നതമാകുന്ന ബിസിനസിന്റെ സാമ്രാജ്യത്തിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടുവന്നില്ലയോ? 40-50 കൊല്ലം കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. നിന്റെ വാപ്പയ്ക്കില്ല, നിന്റെ കുടുംബത്തിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾക്ക് ഇപ്പുറം 2025 മുന്നിൽ ഇതാ നിന്നെ അള്ളാഹു സമ്പന്നനാക്കിയിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയാണ്. സഹാബാ മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല സഹാബ. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതാണ്, ദുനിയാവ് നിങ്ങളുടെ കൈവെള്ളയിലേക്ക് വരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കൂല, പട്ടിണിയുടെ പ്രയാസപ്പെടൂല. അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ആശങ്കയില്ല, ഞാൻ ഭയക്കുന്നതേ ഇല്ല. മറിച്ച് നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകലാണ്, ഏക്കർ കണക്കിന് ഭൂസത്തിന്റെ ഉടമയാകലാണ്, വലിയ ബിസിനസിന്റെ മുതലാളിയാകലാണ്, വലിയതാകുന്ന സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കലാണ്. ഉന്നതമാകുന്ന സാമ്പത്തിക ശ്രേണിയിലേക്ക് നിങ്ങൾ എത്തുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോൾ ഈ സദസ്സ് കഴിഞ്ഞ് പോയിട്ട് നല്ലൊരു സുഭിക്ഷമായ ഭക്ഷണം ഏതെങ്കിലും ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സാധന സാമഗ്രികൾ വാങ്ങിച്ചിട്ട് കഴിക്കണമെന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്താൽ അതിന് പറ്റാത്ത ആളുകൾ വളരെ കുറവാണ്. അല്ലേ? ഒരു ചിക്കൻ പൊരിച്ച് കഴിക്കണമെന്ന് വിചാരിച്ച്, അൽഫാം അടിക്കണമെന്ന് വിചാരിച്ച് ഇവിടുന്ന് പോയിട്ട് അടിക്കും, ഉറപ്പാണ്. അതിന് പറ്റിയ കടകളിലേക്ക് പോകും. ഏതെങ്കിലും മന്തിക്കടയിൽ പോയിട്ട് റാഹത്തായിട്ട് അടിക്കും. അതിന് പറ്റുന്നൊരു അവസരം, സാമ്പത്തികമാകുന്നൊരു ചുറ്റുപാട്. ഇനി മട്ടൻ വേണോ, മട്ടൻ എന്ത് കൊടുക്കാനും സൗഭാഗ്യം അല്ലാഹു ഇന്ന് നൽകി. 19 കൊല്ലം മുമ്പ് ഒന്നുമല്ലായിരുന്നു, 000 ഈ കാണുന്നതാകുന്ന സൗകര്യങ്ങളും ഒന്നും നമ്മുടെ പരിസരങ്ങളിൽ എവിടെ ആർക്കും ഇല്ല. നല്ല വീടുകളില്ല, നല്ല സ്ഥാപനങ്ങളില്ല, നല്ല വാഹന സൗകര്യങ്ങളില്ല, നല്ല വഴികളില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവെള്ളയിലേക്ക് നൽകി. വിധങ്ങൾ പറയുന്നു, ഫതനാഫസുഹാ കമാ തനാഫസുഹാ. ദുനിയാവ് നിങ്ങളുടെ കൈവെള്ളയിൽ വരിക മാത്രമല്ല, മുൻഗാമികളാകുന്ന ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിച്ച് അവസാനം മുൻഗാമികൾ ദുനിയാവിൻ്റെ പിറകെ പോയതിൻ്റെ കാരണത്താൽ അവർ നശിച്ചതുപോലെ, അവർക്ക് ദുന്യവിയായ ജീവിതത്തിൻ്റെ പിറകോടി ആഖിറം നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ നിങ്ങൾ ഈ ദുനിയാവിന്റെ പിറകോടി ആഖിറം നഷ്ടപ്പെടുത്തി നശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
അതാണ് എൻ്റെ മേലെ ഏറ്റവും വലിയ ഭയപ്പാട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ നാവുകളെ, നമ്മുടെ അവയവങ്ങളെ ഒന്ന് കൊച്ചുവിലങ്ങടങ്ങണം. ഇത്രയും കാലം അടിച്ചു പൊളിച്ച് രസിച്ചു, ഇനിയെങ്കിലും റബ്ബിലേക്കൊന്ന് തിരിയണം. വർഷങ്ങളായി, വയസ്സ് 30, 40, 50, 60. ഇത്രയും കാലം എല്ലാ സിനിമകളും കണ്ടു, എല്ലാ സീരിയലും കണ്ടു, എല്ലാ അശ്ലീലതയിലേക്കും നോക്കി. ഇനിയൊക്കെ മാറ്റണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇനിയെങ്കിലും നമ്മൾ തൗബ ചെയ്ത് മാറിയില്ല എങ്കിൽ നമ്മുടെ ആഖിറം നഷ്ടമാകും, പരലോകം നഷ്ടമാകും. ഈ വാദിൻ്റെ മജ്ലിസിൻ്റെ നിയ്യത്ത് തന്നെ അതാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് നമ്മൾ നന്നാവണം, മനസ്സുകൊണ്ടൊരു കരുത്തുണ്ടാവണം. നിയ്യത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. മർഹൂം ശൈഖുനാ തലവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലീൽ കോറിയിട്ട വരികളാണ്. മനസ്സുകൊണ്ടൊരു കരുതലുണ്ടാവണേ ചന്ദരൂര് മഹല്ല് നിവാസികൾക്ക്. നജ്മുൽ ഹുദയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന ദിവസമാണ്, പ്രാർത്ഥനാ സദസ്സാണ്. ഈ സദസ്സിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ആയിരങ്ങളോട് സ്നേഹത്തിൻ്റെതാകുന്ന ഭാഷയിൽ കുമ്മന ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത്, ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുമിക്കണേ. ഇനിയുള്ള ജീവിതം നന്നാക്കാൻ മനസ്സുകൊണ്ട് കരുതലെടുക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇത്രയും കാലം അടിച്ചു പൊളിച്ചു രസിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇനി നമുക്ക് നന്നാവണം. മഹാനാകുന്ന യഹ്യാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരതാ പന്ത് കളിക്കാൻ വേണ്ടി കൂട്ടുകാർ വിളിക്കുകയാണ്. ഹയ്യാ ബിനാ നൽഅബ്, വരൂ നമുക്കൊന്ന് പന്ത് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ്, മാലില്ലഅബി ഖുൽഖനാ, മാലില്ലഅബി ഖുൽഖനാ. പന്ത് കളിച്ചുകൊണ്ട് സമയങ്ങൾ മുഴുവനും പടച്ച റബ്ബിൽ നിന്ന് മാറ്റിക്കൊണ്ട് പൈശാചിക ചിന്തയിലേക്ക് പോകാൻ, അതിനു വേണ്ടിയിട്ടല്ല അള്ളാഹു നമ്മളെ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യം മറന്നുകൊണ്ട് പോകല്ലേ എന്ന് സയ്യിദുനാ യഹ്യാ നബി അലൈഹിസ്സലാം. മാലില്ലഅബി ഖുൽഖനാ, കളിക്കാൻ വേണ്ടിയോ ഈ ദുനിയാവിൽ കളിതമാശയ്ക്ക് വേണ്ടിയിട്ടല്ല പടച്ചത്. ഇവിടെ ആകെ 10-60 കൊല്ലം ഉണ്ടാവും. അത് തന്നെ കുറഞ്ഞ കാലഘട്ട ജീവിതം പകുതിയും ഉറങ്ങിപ്പോവാൻ, 10-20 കൊല്ലം ഉറങ്ങിത്തീരാൻ രാത്രിയിലൂടെ അങ്ങനെ പോയി. കുറഞ്ഞ സമയം മാത്രം ആ എഴുന്നേറ്റ് നിൽക്കുന്ന സമയങ്ങളിൽ 5 വക്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കണം. അതിനു മുമ്പും ശേഷമുള്ള റവാത്തിബുകൾ ശ്രദ്ധിക്കണം. പരമാവധി സുന്നത്ത് നമസ്കാരങ്ങൾ വേണം. ളുഹായുടെ സുന്നത്ത് നമസ്കാരം, ഇശാമക്ക് ശേഷമുള്ളതാകുന്ന സുന്നത്തിന് ശേഷം വിത്തറിൻ്റെതാകുന്ന സുന്നത്ത് നമസ്കാരം, ഇതൊക്കെ റമദാനിൽ നമ്മൾ ചെയ്തിരുന്നതാണ്. അത് അതേപോലെ നിലനിർത്തിയിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. പക്ഷേ പല ആളുകളും അതൊക്കെ ഒഴിവാക്കുക. പള്ളിയിൽ നേരത്തെ കയറി തഹിയ്യത്തിൻ്റെതാകുന്ന സുന്നത്ത് നമസ്കരിച്ച് ഇഅ്തികാഫിന് നിയ്യത്തുമായിട്ടിരിക്കാം, പക്ഷെ ചെയ്യൂല. പള്ളിയുടെ പുറത്തിരുന്നിട്ട് അങ്ങനെ വർത്താനം. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹാജിയാർ ഉടനെ ഒന്നും പോകില്ല, പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വർത്തമാനം. എന്തിനാണങ്ങനെ? പള്ളിക്കകത്ത് തന്നെ ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചിരിക്കാൻ അല്പസമയം ദിക്റിലായി കഴിഞ്ഞുകൂടി. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകുമോ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കുന്ന രീതിയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു അത്രേ, കുഫഅൻക ഹദാ, കുഫഅൻക ഹദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ 2 അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഉപദേശത്തിന് വന്നതാകുന്ന സഹാബിയോട് നബി തങ്ങൾ ആകെ കൊടുത്ത ഉപദേശം നിസ്കരിക്കണമെന്നല്ല, നോമ്പ് നോൽക്കണമെന്നല്ല, സകാത്ത് കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്തോ എന്നല്ല, നാവൊന്ന് ശ്രദ്ധിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. സത്യവിശ്വാസികളെ, വിജയത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളാണ് വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. ആരൊരുവന് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അല്ലമല്ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവന് സ്വർഗം ഞാൻ ജാമ്യമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? താടിയല്ലുകൾക്കിടയിലുള്ള നാവ്, തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവം, ഈ രണ്ട് അവയവത്തിലേക്കാണ് ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും കേന്ദ്രബിന്ദു. ഇത് രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അവയവങ്ങളെയും പരിപൂർണമായി കാത്തു സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അദ്മല്ലഹുൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാകുന്ന ഈ ഒരു മനോഹരീയമാക്കപ്പെട്ടതാകുന്ന ആശയത്തെ ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ളതാകുന്ന ആളുകൾ ചന്ദ്രൂരിലുണ്ടോ? രണ്ട് അവയവങ്ങൾ സൂക്ഷിച്ചാൽ മതി, സ്വർഗമുറപ്പാണ്. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇത് രണ്ട് ശ്രദ്ധിച്ചാൽ തന്നെ സ്വർഗം ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഈ നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെല്ലാനുള്ളതാണ്. ഖുർആൻ അനുഗ്രഹങ്ങൾ എണ്ണിയപ്പോൾ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാവിനെ എണ്ണിയിട്ടുണ്ട്. ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു അന്നജ്ദൈൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ മാനവാ, നിനക്ക് മനോഹരമായ രണ്ട് കണ്ണുകളെ നാം സമ്മാനിച്ചില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ, രണ്ട് മനോഹരമാകുന്ന കണ്ണുകളെ നാം സമ്മാനിച്ചില്ലയോ? വലിസാനൻ, ഒരു നാവിനെയും സമ്മാനിച്ചില്ലയോ? വശഫതൈൻ, രണ്ട് മനോഹരമാകുന്ന അതരങ്ങളെ, ചുണ്ടുകളെ നാം നൽകിയില്ലയോ? അള്ളാഹു കണ്ണിനെ പറഞ്ഞു, നാവിനെ പറഞ്ഞു, ചുണ്ടിനെയും പറഞ്ഞു. ഈ നാവിനും ചുണ്ടിനും ഇടയിലുള്ളൊരു സാധനമുണ്ട്. ഏതാ അത്? പല്ല്. പല്ല് പറഞ്ഞില്ല. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, ഖുർആനാണ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. മനുഷ്യ, നിനക്ക് നാം രണ്ട് മനോഹരമാകുന്ന കണ്ണുകൾ നൽകിയില്ലയോ? മനോഹരമാകുന്ന നാവും നല്ല അതരങ്ങളും ചുണ്ടുകളും നാം നൽകിയില്ലയോ? എന്തേ അള്ളാഹു പല്ലിനെ പറയാതിരുന്നത്? ദുന്യാവിൽ ഭക്ഷണം കഴിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിന്നെ പടച്ചത്. മറിച്ച് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന വ്യക്തിയാണ്. നാവ് ചലിപ്പിച്ച് ചുണ്ടനക്കി അള്ളാഹുവിനെ ഓർക്കണേ. നബിയുനാ റസൂലുള്ളാഹി ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്നെ നാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ദിക്ർ ചെല്ലലാണ് ഏറ്റവും ഒന്നാമത്തെ മർമ്മപ്രധാനമായ നിധി. അതിനുപകരിക്കുന്നതാകുന്ന തലമാണ്, അതിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ തിരിക്കുന്ന ഇടമാണ് മദ്രസ. അവിടെ നിന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ദാക്കിരീങ്ങൾ ഉൾപ്പെടണമെന്ന് പഠിക്കുന്നത് അവിടെ നിന്നാണ്.
അതുകൊണ്ടല്ല ഫാത്തിഹ ഓതി തുടങ്ങുന്നു, സലാത്ത് ചൊല്ലിയിട്ട് മദ്രസ പിരിയുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളിപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം പ്രവാചകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്ന ആളുകളാണല്ലോ. എത്ര സലാത്ത് ചൊല്ലി തീർത്തു നമ്മൾ. ആർക്കും എതിർപ്പില്ലാത്ത വിഷയമാണല്ലോ. ലോക മുസ്ലിമീങ്ങൾ ഒന്നായി അംഗീകരിച്ചതാണല്ലോ സലാത്തിൻ്റെ മഹത്വം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഖുർആനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സലാത്ത് അധികമായി ചൊല്ലിയിട്ടുള്ള മുഅ്മിനീങ്ങൾ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. നമ്മളൊക്കെ സലാത്ത് എത്രയാ? ഒന്നും ചെല്ലുന്നില്ല. സലാത്ത് ചെല്ലുന്നവനെന്ന് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ 300 സലാത്ത് ദിനേന ചൊല്ലുന്നവനാകണം. ഒരു ദിവസം 300 സലാത്തെങ്കിലും ഡെയിലി ചൊല്ലുന്നവനെക്കുറിച്ചേ അയാൾ നല്ലതുപോലെ സലാത്ത് ചൊല്ലും എന്നുള്ള കമൻറ്റ് തന്നെ പറയാൻ പാടുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. നമ്മളൊരു 3 സലാത്ത് പോലും ചെല്ലുന്നില്ല, 3 എണ്ണം പോലും ചെല്ലൂല. നിസ്കാരം കഴിഞ്ഞിട്ട് 3 സലാത്ത് ഉണ്ടെങ്കിൽ അള്ളാ വലിയ വിഷമം. 10 സലാത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക തന്നെ പോലും നിസ്കരിക്കാൻ മടിയാണ് നമുക്ക്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. കൂടെ അതാ മീകായിലുമുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമുമുണ്ട്, അസ്റായീൽ അലൈഹിസ്സലാമുമുണ്ട്. 4 മലക്കുകൾ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഓഫർ നൽകുകയാണ്. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം വാ തുറക്കുകയാണ്. നബിയേ നബിയേ, എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടവന് പരിപൂർണമായി തുണയേകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കരവലയത്തോടുകൂടി സഹായകമാകുമേ. മുടങ്ങാതെ ഒരു 10 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാലെങ്കിലെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വ്യക്തി മീകായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, നബിയേ തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചൊല്ലിയാൽ നാളെ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ മതി വരുവോളം കുടിപ്പിക്കുന്നതാകുന്ന നീയത്ത് എന്നിലാണ്. അവന്റെ വയറ് നിറയ്ക്കുന്ന സംഗതി ഞാൻ ഏറ്റു റസൂലേ, ഞാനവനെ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമേ എന്ന് മീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ പ്രവാചകരുടെ മേൽ സ്വലാത്ത് സലാം ചൊല്ലൂ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന കേട്ടിട്ടുള്ള മുസ്ലിമേ, ചന്ദ്രൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, നീ എത്ര സ്വലാത്ത് ആ പ്രവാചകരുടെ മേൽ ചൊല്ലുകയുണ്ടായി? നീ ജീവിച്ച കാലം മുതൽ ഇതുവരെ നീ ഒന്ന് കണക്കുകൂട്ട്. ലക്ഷങ്ങൾ ചൊല്ലിത്തീർത്ത ആളുകളില്ലേ? റസൂലുള്ളാഹിയെ സ്വപ്നത്തിലൂടെ കണ്ടവരില്ലേ? ആ പ്രവാചകരെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീകായിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് ഞാൻ പാനം ചെയ്യാൻ അവസരം കൊടുക്കുമേ എന്ന് മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിലേക്ക് നോക്കുകയാണ്. നാളെ സൂറന്ന കാഹളത്തിൽ ഊതുന്നതാകുന്ന ഇസ്രാഫീൽ അദ്ദേഹത്തിന്റെ ഊഴത്തിന്റെ സമയമെത്തിയപ്പോ അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ തങ്ങളുടെ മേൽ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേന 10 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ കടക്കുമേ. അള്ളാഹുവരുടെ പാപം പുറത്തു കൊടുക്കാതെ ഞാൻ എൻ്റെ തല ഉയർത്തില്ല എന്ന് ഇസ്രാഫീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുന്നത്. ലോക
ജനതയുടെ മുഴുവൻ റൂഹിനെ പിടിക്കാൻ അള്ളാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ നബിയേ, തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചെല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല ജീവിതം മുഴുവനും അതാ 10 സ്വലാത്ത് ചെല്ലുകയാണ്. നബിദിന ആഘോഷത്തിന്റെ പേരിൽ മാത്രമല്ല, നബി ആഘോഷമാണ്, നബി ആഘോഷമാ. ആ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. ആ പ്രവാചകർ ഈ ദീന് കൊണ്ടുവന്നവരല്ലേ, രാപ്പകൽ അധ്വാനിച്ചവരല്ലേ, തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് മുഴുവനും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേ. നബുവത്ത് കിട്ടിയ തലം മുതൽ 40-ാമത്തെ വയസ്സ് മുതൽ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ ഇസ്ലാം എത്തിച്ചതായ വ്യക്തിയല്ലേ. എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണം എത്തിയില്ലേ. ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചൊല്ലിയാൽ അംബിയാ മുർസലീങ്ങൾ റൂഹ് പിടിച്ചതുപോലെ വളരെ മയത്തോടു കൂടിയായിരിക്കും ഞാനവന് റൂഹ് പിടിക്കുക എന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്നു നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയാലും ആ റസൂലുള്ളാഹിയെ മറക്കല്ലേ, മറക്കല്ലേ. ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളത്, നമുക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനോടൊപ്പം തന്നെ സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എല്ലാ മുസ്ലിമീങ്ങളും ഏറ്റെടുക്കേണ്ടതാണ്, എല്ലാ മോമിനീങ്ങളും ഒന്നടങ്കം ചൊല്ലിത്തീർക്കേണ്ടതാണ് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരു 10 സ്വലാത്ത് ചെല്ലുന്നവൻ്റെ നേട്ടമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിൽ കൂടുതൽ ചെല്ലണ്ടേ ചൊല്ലിക്കോ, എത്ര ചൊല്ലിയാലും അത്രയും ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മാനസികമാകുന്ന വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത്. മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ ഞാൻ സ്വലാത്ത് ചെല്ലാൻ ലക്ഷ്യം വെക്കുന്നു ഹബീബേ. എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 4 ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെക്കുന്നു. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒരു സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ ഖൈറാണ്, അധികരിപ്പിച്ചാൽ ഖൈറാൻ. അധികരിപ്പിച്ചാൽ നിനക്കാണ് നേട്ടം. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ മേൽ സ്വലാത്ത് ചൊല്ലലിലൂടെ നേട്ടം കിട്ടുന്നത് നമുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന 3/4 ഭാഗവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്, ഖൈറാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സമയം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വിനിയോഗിക്കുന്നു. യാ റസൂലല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, ഇദൻ തുഖഫാ ഹംബുക വയുഗ്ഫറു ലക ദംബുക. 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഓഫർ നൽകുന്നത്. ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കുമെന്ന് ഒരു സ്വഹാബി നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കുന്ന മറുപടി, എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുമേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണം സ്വലാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വലാത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. ഈ റബീഉൽ അവ്വൽ മാസം എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലി, എത്ര ദിക്ർ നമ്മൾ ചൊല്ലി, ചിന്തിക്ക്.
ഇതൊന്നും നമുക്ക് നാളെ ആഖിറത്തിൽ ഇതൊന്നും പ്രതിഫലം കിട്ടാതിരിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലായിക്കും, അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദിക്ർ ചെല്ലാം, അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ. ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഒരു മനുഷ്യൻ ഒരു നിയ്യത്തും ഇല്ലാതെ വെറുതെ ഇരുന്ന് ചെല്ലിയാൽ പോലും കൂലി കിട്ടുന്നതാണ് സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ പരമാവധി അധികരിപ്പിക്കുക. എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലാം. അപ്പോൾ ഖുർആൻ ഓതണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചെല്ലണം, പരിശുദ്ധ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം. ഖുർആനിൻ്റെ കൽപ്പനയാണ്, അത് ശിരസാ വഹിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ കുല്ലി യൗമിൻ മിഅത മറ, ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ ഗുഫിറ ലഹു അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ എളുപ്പമുള്ള ദിക്റാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു 100 ചൊല്ലിയ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. ഹദീസാണ്. ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ഒരാൾ നിഷേധിച്ചിട്ടുമില്ലല്ലോ. പക്ഷെ ഇന്ന് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്, സുന്നികൾക്ക് തന്നെ ഈ ദിക്റുകൾക്കൊക്കെ മാഹാത്മ്യം നമ്മൾ കളഞ്ഞു. ഇതൊന്നും വലിയ ശ്രേഷ്ഠതയില്ലാന്ന് മനസ്സിലാക്കി കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ല ദുആകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹു ദുനിയാവിലും നന്മ നൽകണം, ആഖിറത്തിലും നന്മ നൽകണം, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ. നിസ്കാരത്തിന് ശേഷം ഒന്നും ഈ ദുആ ആരും ചെയ്യുന്നില്ല, സ്വന്തമായി ചെയ്യുന്നില്ല, കൂട്ടമായിട്ടുമില്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ആണ്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ആമീൻ പറയുന്നത്. അള്ളാഹു ഞങ്ങളിൽ ഇത് സ്വീകരിക്കണേ എന്ന്, നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹു ഈ നിസ്കാരം സ്വീകരിക്കണേ എന്ന് എത്ര പേർ ദുആ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ളതല്ലേ? എന്തിനാണ് മുസ്ലിം ഇതൊക്കെ ഇല്ലാതാക്കുന്നത്? ഇതൊക്കെ നിരർത്ഥകമാണെന്ന് പറയുന്നത് എന്തിനാണ്? ഈ ദുആകളൊക്കെ വളരെയേറെ മഹത്വമുള്ളതാണ്, പോരിശയുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്കിന്ന് അർത്ഥമറിയാത്തതാകുന്ന പ്രാർത്ഥനകളൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കാണുകയാണ്. അർത്ഥം അറിയാത്ത പ്രാർത്ഥന, അർത്ഥം അറിയാത്ത ദിക്ർ, ദുആ, അതൊക്കെയാണ് ഏറ്റവും വലുതായിട്ട് നമ്മളിന്ന് കാണുന്നത്. ഇന്നത്തെ സുന്നികളുടെ അവസ്ഥ അതാണ്. ഇതിൻ്റെ മഹത്വമൊക്കെ കളഞ്ഞു. ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതിനൊന്നും ഒരു പ്രതിഫലമില്ല എന്ന് കരുതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം ഒന്ന് പറയുമോ റസൂലേ, അറിയിക്കുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം തംലഉ ബൈന സമാവാതി വൽ അർളി, 7 ആകാശത്തിൻ്റെ മുകളിൽത്തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറക്കുമത്രേ അതിൻ്റെ പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 7 ആകാശത്തിൻ്റെ മുകളിൽത്തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ്ക്കുള്ളത്. നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട്? പണ്ടൊക്കെ മഗ്‌രിബിന് മുമ്പ് പള്ളികളിൽ തന്നെ വന്നിരുന്നിട്ടൊരു കൂട്ടമായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിരുന്ന ആളുകൾ. കുട്ടികൾ ചെല്ലിയിരുന്നു, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്വന്തമായി ചൊല്ലിയിരുന്നു, കൂട്ടമായി ചൊല്ലിയിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല, എല്ലാം ഒഴിവാക്കി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വീട്ടിലൊക്കെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഇരുന്ന് മക്കളും കുടുംബങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് വാപ്പായും ഉമ്മായും എല്ലാവരും ചേർന്നിരുന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ദിക്ർ ചൊല്ലിൽ വലിയ മഹത്വമല്ലേ സഹോദരങ്ങളെ? നമ്മൾ ആ പഴമയിലേക്ക് തിരിച്ചു വരണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വന്നു, പക്ഷേ ദീൻ നമ്മുടെ കൈവിട്ടു പോവുകയാണ്. യുക്തിവാദത്തിലേക്ക് ആളുകൾ കൂടുകയാണ്, നിരീശ്വരവാദം കൂടി വരികയാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നതാകുന്ന ആശയക്കാർ വർദ്ധിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ദീൻ കൈമോശം വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾക്ക് കൃത്യമായി ദീനീ ബോധം കൊടുക്കണം, മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം. ഒരാളും ഒഴിവാക്കരുത്. ഓൺലൈൻ മദ്രസകളിലേക്ക് ചേക്കേറുന്ന ധാരാളം ആളുകളുണ്ടാകും.
അതിനുമപ്പുറം നേരിട്ട് ഉസ്താദുമാരുമായി നടത്തുന്നതാകുന്ന ആ മദ്രസ സംവിധാനത്തിൽ പറ്റുമെങ്കിൽ ഏറ്റവും അഭികാമ്യവും ഏറ്റവും സന്തോഷം അത് തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇനി അതിന് അങ്ങേയറ്റം സാധിക്കാത്ത സാഹചര്യം മാത്രമാണെങ്കിലാണ് മറ്റുള്ളതിലേക്ക് തിരിയുക. എന്നാലും മദ്രസയെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉപേക്ഷ വെക്കരുത്. ചില ആളുകൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമല്ല എന്ന് കരുതുന്നവരുണ്ട്. ഖുർആൻ ഓത്ത് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമൽ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു വാപ്പയ്ക്ക് ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് അയ്യോ അല്ലിമുഹുമുൽ ഖുർആൻ, ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ലതുപോലെ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഓതുവോ ഓതാതിരിക്കുക അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊക്കെ അവരതിൻ്റെ ഹിസാബുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നു, വാതിലൂടെ കേൾക്കുന്നു, അല്ലാതെ നസീഹത്തിലൂടെ മനസ്സിലാക്കുന്നു. പഠിപ്പിക്കുക എന്നുള്ളത് വാപ്പാടെ ഉമ്മാടെയും കടമയാണ്. മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു, അത് വൈകിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന കാലയളവിൽ ഇശാ മഗ്‌രിബിൽ ഓദിക്കുകയും വേണം. മക്കളെ മദ്രസയിലെ പുസ്തകം ഒന്ന് എടുത്തു ഓതും, അടുത്ത കായികകളൊക്കെ ഒന്ന് വായിക്കും, എല്ലാം ഒന്ന് ഓതാൻ വേണ്ടി പറയാം. ഒരു അരമണിക്കൂർ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ ആത്മീയത ഉണ്ടാവില്ല. എത്ര ഉയർന്നതാകുന്ന സാമ്പത്തിക ശ്രേണിയുള്ളവരായിരുന്നാൽ പോലും അരമണിക്കൂർ സമയമെങ്കിലും ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ ഓദിക്കാതെ കായിക വായിക്കാതെ മക്കളെ വിട്ടാൽ മക്കൾ അനുസരണക്കേടുള്ളവരായി മാറും. ഉറപ്പാണത്. പല ആളുകളും ഭൗതികതയുടെ താല്പര്യത്തിന് പുറത്ത് മക്കൾക്ക് അതുമാത്രം പഠിപ്പിച്ച് മുന്നേറുന്ന ആത്മീയത നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട്. പാടില്ലാതെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. കാരണം പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്പകൽ അധ്വാനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ മക്കളെ നേടിയെടുക്കുന്നതാകുന്ന ഖുർആനികമാകുന്ന തലത്തിലൂടെയൊക്കെ നേടിയെടുക്കേണ്ടത് സൽ സ്വഭാവമാണ്. നല്ല സ്വഭാവശീലം ആളുകളിൽ ഉണ്ടാവണം. അതൊക്കെ പോയി. ഇന്നിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അല്പം നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് മറ്റൊരു വണ്ടിയൊന്ന് ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്നതാകുന്ന വ്യക്തി അവന് കാണിക്കുന്നതാകുന്ന ചിഹ്നമേതാ, അപ്പോൾ തന്നെ വിരലിൻ്റെ ചിഹ്നം മാറി. ഒരു കൈ ഉയർത്തും, ആ കയ്യിൽ നിന്നൊരു വിരൽ, ഏത് വിരലാണെന്നും പറയുന്നില്ല, ആ വിരലിങ്ങോട്ട് ഉയർത്തിയിട്ട് നേരെ ഇവനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ് ആ കാണുന്നത്. ഒന്നുമില്ല, അയാൾക്കത് സൈഡിൽ കൂടെ പോകാനുള്ള വഴി ഇട്ടിട്ടാണ് ഇവൻ ഓവർടേക്ക് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും ആ വിരൽ കാണിക്കുന്നു, അശ്ലീലമാക്കപ്പെട്ട ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് തന്നെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.